അവസാനം പറഞ്ഞ് മുദബ്ബിറുൽ ആലം എന്ന ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നവൻ ശൈഖുനയാണ്, CM ആണ് എന്ന് പറയുന്ന ഒരുപാട് സംസാരങ്ങൾ നമ്മളൊക്കെ കേട്ടവരാണ്. വ്യത്യസ്തമായ ഉസ്താദുമാർ അത് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ വിഷയം പറയുമ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുന്ന സാക്ഷാൽ കാന്തപുരം മുസ്ലിയാർ 1/2 ഡസനോളം പ്രസംഗങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞ അത് കേട്ട് താഴെയുള്ള മുസ്ലിയാക്കന്മാർ അത് അംഗീകരിച്ച് അവരും പ്രചരിപ്പിക്കുന്ന സാധാരണക്കാരും അതിലെന്തോ ഉണ്ട് എന്ന് വിചാരിച്ചു പോകുന്ന തഫ്സീർ റാസിയുടെ പേരിൽ തട്ടിവിട്ട ഒരു നുണയുണ്ട് സഹോദരന്മാരെ. അതൊരു 4-5 മിനിറ്റ് കൊണ്ട് പറയേണ്ടതുണ്ട്. ആദ്യം കാന്തപുരം മുസ്ലിയാർ പറയട്ടെ, വൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തിന് തഫ്സീർ റാസിലുണ്ടത്രേ ഔലിയാക്കന്മാർ ആത്മാവുകളാണ് ലോകത്തിന്റെ മുദബ്ബിർ എന്നുണ്ട് എന്ന് കാന്തപുരം മുസ്ലിയാർ പറയാ. മാത്രമല്ല തഫ്സീർ റാസിലെ ഒരു കഷ്ണം ഉണ്ട്, അടുത്ത കഷ്ണം മൂപ്പര വക ചേർത്തിട്ട് പറയാ. എന്നിട്ട് അവിടുത്തെ മൂപ്പര് പറയുന്നത് എൻ്റെ വക പറയല്ലോ എന്ന്. മൂപ്പര വക പറഞ്ഞിട്ട് ഉടനെ പറയാ ഇത് എൻ്റെ വക പറയല്ല. പറയട്ടെ, അദ്ദേഹം പറയട്ടെ, ബാക്കി നമുക്ക് വായിക്കാം. ബഹുമാനപ്പെട്ട ഷൈഖുൽ മശായിഖ് CM വലിയുള്ളാഹിനെ പറ്റി വെറുതെ ഇങ്ങനെ അവിടുന്ന് പറഞ്ഞു ആരും തട്ടിക്കളിക്കണ്ട. നമ്മൾ തട്ടിക്കളിച്ചത് കൊണ്ടോ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത് കൊണ്ടോ അവിടുത്തെ ഡിഗ്രിക്ക് കുറവ് വരില്ല, അവിടുത്തെ ഡിഗ്രി ഒരു പൊന്തയില്ല. നമ്മൾ ഒന്നിച്ചോ കൊണ്ട് വലിയ ഡിഗ്രി ഉള്ളവർ അതിനെ ഇങ്ങനെ പറഞ്ഞ് പാരമൊന്നും എഴുതിയിട്ടുണ്ട്. അള്ളാഹിനേക്കാൾ മേലെ ആക്കിയത് അള്ളാഹുവിനേക്കാൾ മേലെ ആക്കിയിട്ടാണ്. അത് മുസ്ലിമീങ്ങളുണ്ടാവില്ല, മുസ്ലിമീങ്ങളാരും അത് ചെയ്യുന്നുമില്ല. സുന്നത്തെ ജമാഅത്തിൻ്റെ ഒരൊറ്റ ആളുകളും അള്ളാഹുവിനേക്കാൾ മേലെയോ അള്ളാഹിനോട് തുല്യമായിട്ടോ ഒറ്റൊന്നിനെ കാണുമല്ലോ. വലിയുല്ലാഹി എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവിൻ്റെ വലിയ എന്നല്ല, പിന്നെ ഇവിടെ അള്ളാഹിനേക്കാൾ മേലെ അവന് അള്ളാഹിനോട് സമമാവരെവിടെയാണ്? അങ്ങനെയല്ലേ പറയുന്നത്? വലിയുല്ലാഹി അള്ളാഹുവിൻ്റെ വലിയ എന്ന് പറഞ്ഞാൽ പിന്നെങ്ങനെ അള്ളാഹ്ക്കൽ അവിടെ വരുന്നത്? അവരാണ് ഈ ലോകത്ത് നിയന്ത്രണം നടത്തുന്നത് എന്ന് പറഞ്ഞതാൽ അത് അബദ്ധമായിപ്പോയി എന്ന് പറയുന്നത് നോക്ക്. വൽ മുദബ്ബിറാത്തി അംറൻ, പരിശുദ്ധ ഖുർആൻ, വൽ മുദബ്ബിറാത്തി അംറൻ, കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ കൊണ്ട് സത്യം. അള്ളാഹു സത്യം ചെയ്യുന്ന പല സംഗതികളെ കൊണ്ട് കാര്യം നിയന്ത്രിക്കുന്നവർ എന്ന് പറയുമ്പോൾ അതല്ലല്ലോ, അള്ളാഹു ഒന്നല്ലല്ലോ. നിയന്ത്രിക്കുന്നവർ ആരാണ്? ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുർ റാസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ കബീറിൽ വളരെ വിശദമായി പറഞ്ഞു, ഹും അർവാഹുൽ മുഅ്മിനീൻ, ഹും അർവാഹുൽ മുഅ്മിനീൻ. അവർ ഈ ലോകത്തെ നിയന്ത്രിക്കുന്നവർ എന്ന് അല്ലാഹു പറഞ്ഞ കൂട്ടർ ആരാണ്? അർവാഹുൽ മുഅ്മിനീൻ, ഔലിയാക്കളുടെ റൂഹുകളാകുന്നു. ഇത് എൻ്റെ വക പറഞ്ഞതല്ല, ഇവിടെ വേറെ ഒരു വ്യക്തി പറഞ്ഞതല്ല. അത് അദ്ദേഹത്തിന്റെ വക തന്നെയാണ് പറഞ്ഞത്. അർവാഹുൽ മുഅ്മിനീൻ എന്ന് തഫ്സീർ റാസിലി ഇല്ല. ഉള്ളതെന്താ ഞാൻ പറഞ്ഞുതരാം. അർവാഹുൽ മുഅ്മിനീൻ അർത്ഥം എന്താ? ഔലിയാക്കന്മാർ ആത്മാവാകുന്നു. ഉണ്ടെങ്കിൽ അർത്ഥം എന്താ വരിക? അർവാഹുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾ ആത്മാവാണെന്നല്ലേ വരിക. ആ അർത്ഥം വെച്ച എന്താ പ്രശ്നം? അപ്പൊ എല്ലാ മുഅ്മിനീങ്ങളും മുദബ്ബിറുൽ ആലമാകും. CM മാത്രമല്ല, അർവാഹുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞതാണ് മുദബ്ബിറാത്ത് അംറ എന്ന അർത്ഥമെങ്കിൽ, അതാണ് CMനെ മുദബ്ബിറുൽ ആലമാക്കാൻ തെളിവ് എങ്കിൽ കാന്തപുരം മുദബ്ബിറുൽ ആലമാകും. കാരണം എന്താ? അർവാഹുൽ മുഅ്മിനീൻ അല്ലെങ്കിൽ പിന്നെ മൂപ്പര് മുഅ്മിൻ അല്ല നമ്മൾ സമ്മതിക്കണം. രണ്ടാളൊന്ന് വേണ്ടേ? മുഅ്മിനാണെങ്കിൽ മൂപ്പര് മുദബ്ബിറാണ്, അല്ലെങ്കിൽ പിന്നെ മുഅ്മിൻ അല്ല എന്ന് തുറന്ന് സമ്മതിക്കാം.
അപ്പൊ എല്ലാ മുഅ്മിനീങ്ങളും മുദബ്ബിറുൽ ആലം. അപ്പൊ CM മാത്രമാണോ മുദബ്ബിറുൽ ആലം? അല്ല എന്ന് പറയേണ്ടി വരും. റാസി പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ, റാസി റഹിമഹുല്ലാഹ് അതല്ല പറഞ്ഞത്. കുറച്ച് കാലങ്ങളായി ഇദ്ദേഹം ഈ നുണ പ്രഖ്യാപിക്കുന്നു. അത് കേട്ട് ശിഷ്യന്മാരത് പ്രചരിപ്പിക്കുന്നു. തഫ്സീർ റാസി നോക്കാത്ത ചില ഉസ്താദുമാര് ഏതായാലും വലിയ ഉസ്താദ് പറഞ്ഞതല്ലേ, മൂപ്പരി അടുക്ക് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ ഇത് സത്യമായിരിക്കാം എന്ന് കരുതി അത് കൊണ്ടെടുക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ എന്താ സഹോദരന്മാരെ വിഷയം? വൽ മുദബ്ബിറാത്തി അംറ, കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ തന്നെയാണ് സത്യം. സൂറത്തുൻ നാസിആത്തിലെ 5-ാമത്തെ ആയത്ത്, വന്നാസിആത്തി ഉർഖ വന്നാശിതാത്തി നഷ്ത എന്ന് പറയുന്ന സൂറത്തുൻ നാസിആത്തിലെ 5-ാമത്തെ വചനത്തിലാണ് ഫൽ മുദബ്ബിറാത്തി അംറ, അങ്ങനെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ തന്നെയാണ് സത്യം. അവന് മുമ്പ് 4 ആയത്തുണ്ടല്ലോ. വന്നാസിആത്തി ഉർഖ, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആത്മാവുകളെ പിടിച്ചെടുക്കുന്നവർ തന്നെയാണ് സത്യം. വന്നാശിതാത്തി നഷ്ത, സൗമ്യമായ ആത്മാവുകളെ കെട്ടടിച്ചു വിടുന്നവർ തന്നെയാണ് സത്യം. ആരാ റൂഹിനെ പിടിക്കല്? CM മടവൂര. വന്നാസിആത്തി ഉർഖ, ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ഊരിയെടുക്കുന്നവരാണ് സത്യം. എന്തേ അവിടെ ഈ ബഹുവചനം കാണാതെ പോയത്? അതല്ലല്ലോ എന്ന് പറഞ്ഞിട്ടില്ല അവിടെ. ആരാ റൂഹിനെ പിടിക്കൽ? CM ആണോ? ഔലിയാക്കന്മാരാണോ? അർവാഹുൽ മുഅ്മിനീൻ, ആ അർവാഹ് വന്നിട്ടാണോ റൂഹിനെ പിടിക്കൽ? വസ്സാബിഹാത്തി സബ്ഹ, അങ്ങനെ നീന്തി തുടിക്കുന്നവർ തന്നെയാണ് സത്യം. ഫസ്സാബിഖാത്തി സബ്ഖ, അങ്ങനെ മുൻകടക്കുന്നവർ തന്നെയാണ് സത്യം. ഫൽ മുദബ്ബിറാത്തി അംറ, അങ്ങനെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവർ തന്നെയാണ് സത്യം. ഇതാണ് ആയത്തിന്റെ നേരർത്ഥം. ഇതിന് അഹ്ലുസുന്നയുടെ ഏത് തഫ്സീർ എടുത്താലും മുഴുവൻ വ്യാഖ്യാതാക്കളും ആദ്യമായി പറഞ്ഞ, ഇജ്മാ ആയി പറഞ്ഞ വിശദീകരണം എന്താ? ഇത് മലക്കളെ സംബന്ധിച്ചാണ്. കാരണം റൂഹ് പിടിക്കുന്നവർ മലക്കളാണ്, ആ റൂഹുമായി പോകുന്നവർ മലക്കളാണ്. അതിനെല്ലാ നിയന്ത്രണവും അല്ലാഹു തആല ഏൽപ്പിച്ചത് മലക്കളെയാണ്. റൂഹിനെ പിടിക്കാൻ അല്ലാഹു ഏൽപ്പിച്ചത് മലക്കളെയാണ്. ഇതാണ് അവിടെ പറഞ്ഞ ഈ ഫൽ മുദബ്ബിറാത്തി അംറ എന്നതിന്റെ അർത്ഥം. തഫ്സീർ റാസിയിൽ ആദ്യം കൊടുത്ത എന്താ അറിയോ? അതൊക്കെ മറികടന്നിട്ട് അപ്പുറത്തേക്ക് പോണത്. ഇത് തഫ്സീർ റാസിയാണ്. തഫ്സീർ റാസിയിൽ ഈ ആയത്തിന് അദ്ദേഹം അർത്ഥം പറയാവോ? അമ്മാ ഖൗലുഹു ഫൽ മുദബ്ബിറാത്തി അംറ, ഫൽ മുദബ്ബിറാത്തി അംറ എന്ന ആയത്തുണ്ടല്ലോ, അല്ലാഹുവിന്റെ വചനമുണ്ടല്ലോ, അതിന് അർത്ഥം എന്താണ് എന്നോ? ഫഅജ്മഉ, ഖുർആൻ വ്യാഖ്യാതാക്കൾ പണ്ഡിതന്മാരൊക്കെ ഇജ്മാ ആയിട്ടുണ്ട്. ഫഅജ്മഉ, അവർ ഇജ്മാ ആയിട്ടുണ്ട്, ഏകോപിച്ച് പറഞ്ഞിരിക്കുന്നു. അലാ അന്നഹും ഹുമുൽ മലായിക, ഇത് മലക്കുകളാണ് എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഇജ്മാ ആണ് എന്ന റാസി തുടങ്ങുന്നത് തന്നെ. റാസി റഹിമഹുല്ലാഹ് ആദ്യം പറഞ്ഞതാണ് ഖുർആൻ വ്യാഖ്യാതാക്കളുടെ ഇജ്മാ ഉണ്ട്, ഏകോപിച്ച അഭിപ്രായമുണ്ട്. ഇവിടെ പറഞ്ഞ മുദബ്ബിറാത്ത് മലക്കുകളാണ്. ഈ മലക്കൾ എങ്ങനെ നിയന്ത്രിക്കുക? ലോകത്തെ എല്ലാ സംഗതിയും എല്ലാം നിയന്ത്രിക്കാനുള്ള മുദബ്ബിറുൽ ആലം എന്ന് അല്ലാഹ് മലക്കുകൾക്ക് മൊത്തം കൈയൊഴിഞ്ഞു കൊടുത്തതാണോ? അല്ല. പിന്നെ എന്താണ് നിയന്ത്രണം? നമുക്കെല്ലാം അറിയാവുന്ന, നമ്മൾക്ക് വിശ്വസിക്കുന്ന കാര്യമാണ്. അതെന്താ? അദ്ദേഹം തന്നെ ശേഷം വിശദീകരിക്കുന്നു. അത് قال مقاتل يعني جبريل وميكائيل وإسرافيل وعزرائيل عليهم السلام, 4 മലക്കുകൾ അവരാണ് ഈ ഉദ്ദേശിക്കുന്നത്. യുദബ്ബിറൂന അംറല്ലാഹി തആല ഫീ അഹ്ലിൽ അർളി, ഭൂമിയിൽ അല്ലാഹു തആല ഏൽപ്പിച്ച ചില കാര്യങ്ങളെ അവർ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു. അതെങ്ങനെയാ? ശേഷം അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അമ്മാ ജിബ്രീലു ഫവുക്കില ബിർരിയാഹി വൽ ജുനൂദി, കാറ്റ് സൈന്യങ്ങളൊക്കെ അത് ജിബ്രീൽ ഏൽപ്പിക്കപ്പെട്ടു. വഅമ്മാ മീകായിൽ ഫവുക്കില ബിൽ ഖത്രി വൻ നബാതി, മഴയും ചെടികളും സസ്യങ്ങളും ഒക്കെ മീകായിലിനെ ഏൽപ്പിച്ചു. അതേപോലെ അമ്മാ മലക്കുൽ മൗതി ഫവുക്കില ബിഖബ്ദിൽ അർവാ അൻഫുസി, മലക്കുൽ മൗത്തിനെ ആത്മാവുകളെ പിടിക്കാൻ ഏൽപ്പിച്ചു. വഅമ്മാ ഇസ്രാഫീൽ ഫഹുവ യൻസിലു ബിൽ അംദി അലൈഹിം, അവിടെ ഇസ്രാഫീലിനെയാണ് അവസാനത്തെ കൽപ്പന, സൂര്യൻ ഊതാനുള്ള ആ കൽപ്പന അത് നടപ്പാക്കുന്നത് ഇസ്രാഫീലുമാണ്. ഇതാണ് വൽ മുദബ്ബിറാത്തി അംറ. ഇതിന് മുഫസ്സിരീങ്ങൾ ഇജ്മാ ഉണ്ട്, ഏകോപിച്ച അഭിപ്രായമാണ് എന്ന് റാസി റഹ്മത്തുള്ളാഹി പറയുന്നു. എന്നിട്ട് അദ്ദേഹം പിന്നീട് പറയാം, എന്നാൽ വൽ മുദബ്ബിറാത്തി അംറ എന്നതിന് ഇതല്ലാത്ത വേറെ ചില വ്യാഖ്യാനങ്ങളും ഭാഷാപരമായി പറയാം. ഭാഷയിൽ മുദബ്ബിറാത്ത് എന്ന വാക്കിന് അർത്ഥം വെക്കുകയാണെങ്കിൽ പല അർത്ഥങ്ങളും വെക്കാം. തഫ്സീറല്ല, ഈ വാക്കിന് പല അർത്ഥങ്ങളും വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അൽ വജ്ഹു സാനി, രണ്ടാമത്തെ ഒരു വഴിയുണ്ട്. എന്താ? ഫീ തഅ്വീലി ഹാദിഹിൽ കലിമാത്ത്, ഈ വാക്കുകൾക്ക് വ്യാഖ്യാനം നൽകുകയാണെങ്കിൽ
5 വ്യാഖ്യാനം അദ്ദേഹം പറഞ്ഞു. മറ്റ് രണ്ടാമത്തെ വ്യാഖ്യാനം എന്താ? അൻഹാഹിയൻ നുജൂം, നക്ഷത്രങ്ങളാകുന്നു. അതിന്റെ കാന്തപുരം കണ്ടില്ലേ? അപ്പൊ നക്ഷത്രമാണ് മുദബ്ബിറാത്തി അംറ. വലിയുല്ലാഹി നജ്മ് ഔലിയാർമാനെ കൊണ്ടുവരും വേണമെങ്കിൽ, കവാക്കിബ് ജാറം ഉണ്ടാക്കാൻ വേണമെങ്കിൽ, അതാണ് മുദബ്ബിറാത്ത്. എന്നിട്ട് പിന്നെ മൂപ്പ ചർച്ച. അപ്പൊ എങ്ങനെ നക്ഷത്രം നിയന്ത്രിക്കാം, അതെങ്ങനെ പറയാൻ പറ്റുക? അതിന് കുറെ ഗ്രീക്ക് ഫിലോസഫി തത്വചിന്തകൾ അദ്ദേഹം അവിടെ അവതരിപ്പിക്കുന്നു സ്വന്തമായിട്ട്. മൂന്നാമത്തെ രൂപം എന്താ? അന്നഹാ ഹിയൽ അർവാഹ്. അതാണ് കാന്തപുരം എന്താക്കിയത്? അർവാഹുൽ മുഅ്മിനീൻ ആക്കി. അന്നഹാ ഹിയൽ അർവാഹു, അർവാഹുകളാണ് മുദബ്ബിറാത്ത്. ഏതർവാഹ്? ഏതർവാഹ്? മുഅ്മിനാവട്ടെ, കാഫിറാവട്ടെ, ഫാസിഖാവട്ടെ, തമ്മാടിയാവട്ടെ, തോന്നിയാവസയാവട്ടെ, നീ കാന്തപുരത്തിൻ്റെ ആവട്ടെ, ഏത് റൂഹും പെട്ടു. ഹിയൽ അർവാഹ്, ഇത് അർവാഹാണ്. അവിടെ മൂപ്പര വക മുഅ്മിനീനാണ് കൂട്ടി. അപ്പൊ എന്തായി? അർവാഹുൽ മുഅ്മിനീൻ. അർത്ഥം വെച്ചപ്പോഴോ ഔലിയാക്കന്മാർ ആത്മാവ്, പിന്നെ ഇവിടക്കെത്തുമ്പോഴോ അത് സിയമായി മാറി. ഇതാണ് സർക്കസ്. റാസി റഹിമഹുല്ലാഹ് ശരിയായ തഫ്സീർ ആദ്യം കൊടുത്തു, പിന്നെ വാക്കുകൾക്കുള്ള വ്യാഖ്യാനം ഇങ്ങനെ പറയാം എന്ന് പറഞ്ഞൊരു വ്യാഖ്യാനം കൊണ്ടുവന്നു. ആ വ്യാഖ്യാനത്തെ അർവാഹ് എന്ന് കൊടുത്തു. ആ അർവാഹിമ ഇയാളെ വക മുഅ്മിനീൻ കൂട്ടി. പിന്നെ അർത്ഥം വെച്ചപ്പോ ഔലിയാക്കന്മാറിന് അർത്ഥമാക്കുകയും ചെയ്തു. എന്നിട്ട് മൂപ്പര് അപ്പം തന്നെ പറഞ്ഞത് എൻ്റെ വക പറയല്ലോ. പിന്നെ ആരാ ശൈത്താൻ്റെ വക? ആരാ ഈ വഹി തന്നത് നിങ്ങൾക്ക്? സ്വന്തം പറഞ്ഞതല്ലെങ്കിൽ. അപ്പൊ അർവാഹാണ്. ഇനി എന്താ അർവാഹാണെങ്കിൽ? അത് റാസി പിന്നെ പറഞ്ഞ് ഏതാ അർവാഹ്? അർവാഹാണെങ്കിൽ ഏതാ? അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, വദാലിക, അതെങ്ങനെ അർവാഹാവുക? ലിഅന്ന നഫ്സൽ മയ്യിത്തി തൻസിഉ, മയ്യത്ത് റൂഹിനെ പിടിക്കുമ്പോ ആ റൂഹ് ഇങ്ങനെ ഇളകുമല്ലോ, അതാണ് റൂഹ് എന്ന് പറയാൻ കാരണം. അല്ലാതെ ഔലിയാക്കന്മാർ ലോകം നിയന്ത്രിക്കുന്നല്ല. മയ്യത്ത് റൂഹ് പിരിയുമ്പോ അവിടെ നിസ്അ ഉണ്ടാകും, പിടക്കലുണ്ടാകും. അതാണ് ഉദ്ദേശം. യുഖാലു ഫുലാനുൻ ഫിൻ നസ്ഇ, മരണവെപ്രാളത്തിലുള്ള ഒരാൾക്ക് ഫുലാനുൻ ഫിൻ നസ്ഇ എന്ന് അറബി പറയുന്നുണ്ട്. അതാണ് വന്നാസിആതി എന്ന് പറഞ്ഞ നസ്ഇന്റെ ഉദ്ദേശം എന്നാണ്. അതേപോലെ അൻഫുസു നാസിആത്തുൻ ഇൻദ സിയാഖി, ആത്മാവുകൾ മരണസമയത്ത് ഇങ്ങനെ പിടഞ്ഞുകൊണ്ടിരിക്കും. അതാണ് വന്നാസിആതി ഉർഖാ വന്നാശിതാതി നിഷ്താ എന്നൊക്കെ പറഞ്ഞത് അർവാഹാണ് ഉദ്ദേശം. ശേഷം അദ്ദേഹം വിശദീകരിച്ചുകൊണ്ട് പറയാണ്, ഇനി ആ അർവാഹ് എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ പലതരം റൂഹുണ്ടല്ലോ. ദൈവികമായി അടുത്ത റൂഹുണ്ട്, ദുഷിച്ചാത്മാക്കളുണ്ട്. എന്ന് അദ്ദേഹം പറയാ, ഉന്നതാത്മാക്കൾക്കും ഉണ്ട് ചില പ്രവർത്തനങ്ങൾ. അതോടൊപ്പം ശർറായ ദുഷിച്ചാത്മാക്കള് അതിനുമുണ്ട് ചില കാര്യങ്ങൾ. ഉന്നതാത്മാക്കൾക്കുള്ളതുപോലെ ദുഷിച്ചാത്മാക്കൾക്കുമുണ്ട് ഇപ്പുറത്തെ ചില സ്വാധീനങ്ങൾ. അതാണ് വസ്വാസുകൾ. ഇതിന് പറയാം, സ്വപ്നം കാണുമോ ചിലപ്പോൾ ഉസ്താദിനെ, അതൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ. അതാണ് റാസി പറഞ്ഞ അർവാഹ്. അത് കാന്തപുരത്ത് മുസ്ലിയാരുടെ വക അർവാഹുൽ മുഅ്മിനീൻ എന്നാക്കി മാറ്റി. എന്നിട്ട് റാസി റഹിമഹുല്ലാഹ് അർവാഹ് പറഞ്ഞിട്ട് അവസാനം പറഞ്ഞെന്തറിയോ? വഹാദിഹിൽ മആനി, ഈ അർത്ഥങ്ങളൊക്കെ, ഏതർത്ഥങ്ങൾ? നക്ഷത്രമാണ്, അർവാഹാണ് എന്ന് പറഞ്ഞു. പിന്നെ മൂന്നാമത് കുതിരയാണെന്നുണ്ട്. കുതിരയാണ്, യുദ്ധത്തിലേക്ക് കുതിരയെ പറ്റിയാണ്. വന്നാസിആതി ഉർഖാ വൽ മുദബ്ബിറാത്തി അംറ, കാരണം യജമാനെയും പുറത്തിരുത്തി യുദ്ധം നിയന്ത്രിക്കുന്നുണ്ടല്ലോ, കുതിരയാണ്. അപ്പൊ കുതിര മുദബ്ബിറുൽ ആലമാണെന്നാണ്. 5 യോദ്ധാക്കളാണെന്നാ യുദ്ധം ചെയ്യാൻ പോണ സൈനികന്മാർ, പട്ടാളക്കാർ, അവരാണ് വൽ മുദബ്ബിറാത്തി അംറ. അപ്പൊ 1 മലക്കുകൾ, അതെവിടുന്ന് കിട്ടി? അജ്മഉ, പണ്ഡിതന്മാർ ഇജ്മാ ആയി പറഞ്ഞിരിക്കുന്നു. ബാക്കി 4 നക്ഷത്രമാണ്, കുതിരയാണ്, സൈനികനാണ്, ആത്മാവുകളാണ്. ഈ 4 വ്യാഖ്യാനം എവിടുന്ന് കിട്ടി എന്ന വഹാദിഹിൽ മആനി, ഈ അർത്ഥങ്ങളൊക്കെ വഇല്ലം തകുൻ മൻഖൂലത്തൻ അൽ മുഫസ്സിരീന, മുഫസ്സിരീകളിൽ നിന്ന് ആരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. റാസി തന്നെ പറയാം, ഖുർആൻ വ്യാഖ്യാതാക്കളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇല്ലാ അന്നൽ ലഫ്ള മുഹ്തമിലുൻ ലഹാ ജിദ്ദാ, ആ വാക്കിന് അങ്ങനെ സാധ്യത ഉണ്ട് എന്ന് പറയാം. ഈ പദത്തിന് അങ്ങനെ സാധ്യതയുണ്ട് എന്നാ ഖുർആൻ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, മുഫസ്സിറുകളാരും പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. മാത്രവുമല്ല, അവസാനം അതൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം അദ്ദേഹം അത് ആവർത്തിക്കുന്നുണ്ട്. ഈ പറയപ്പെട്ട വ്യാഖ്യാനമൊന്നും മുൻഗാമികൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം അവസാനം പിന്നെയും പറയുന്നു, അത് ഞാൻ എൻ്റെ വക പറഞ്ഞതാണ്.
അതും അദ്ദേഹം തന്നെ പറഞ്ഞു. ഇത് മുൻഗാമികൾ പറഞ്ഞതല്ല, അവർ പഠിപ്പിച്ചതല്ല, അങ്ങനെയൊന്നും വന്നിട്ടുമില്ല, തഫ്സീറൊന്നും പറഞ്ഞിട്ടുമില്ല. എന്നാലും ശരി, അവിടെ എന്തു പറയാം, ഇങ്ങനെ വാക്കിന് അർത്ഥമുണ്ടല്ലോ, അതുകൊണ്ട് ഈ അർത്ഥം നബിയിൽ നിന്നോ സ്വഹാബത്തിൽ നിന്നോ ഒന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ശരി, നമുക്കങ്ങനെ ഈ വാക്കിന് അർത്ഥം പറയാമല്ലോ. ഏറി വന്നാൽ അള്ളാന്റെ ഉദ്ദേശം അതാണെന്ന് പറയണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ല പറഞ്ഞ അങ്ങനെയാണ്, അത് പറയണ്ടാണ് അദ്ദേഹം വ്യക്തമായി പോയിലം. അന്നൽ വുജൂഹൽ മൻഖൂല അനിൽ മുഫസ്സിരീന വൈറു മൻഖൂലത്തിൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നസ്സാ, ഈ പറയപ്പെട്ട വ്യാഖ്യാനങ്ങളൊന്നും നബി തങ്ങളിൽ നിന്ന് വ്യക്തമായി ഉദ്ധരിക്കപ്പെട്ട കാര്യമല്ല. അങ്ങനെ നബി വല്ലതും പറഞ്ഞിരുന്നുവെങ്കിൽ അതിനപ്പുറം പോകാൻ പാടില്ല എന്ന് പറയാമായിരുന്നു. നബിന്ന് ഉദ്ധരിക്കപ്പെട്ടതല്ലാത്തത് കൊണ്ട് ഓല് പറഞ്ഞ അപ്പുറത്തേക്ക് നമുക്കും പോകാൻ പറ്റുന്ന ഓല് ചിലത് പറഞ്ഞു, അതിന് മേലെ നമുക്കും പറയാം. അതെന്താ? ഇന്നമാദക്കറൂഹ, അവരൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാ? ആ വാചകത്തിന് ആ സാധ്യത പറഞ്ഞാണ് അവരൊക്കെ. അതുകൊണ്ട് അവരെങ്ങനെ പറഞ്ഞു എങ്കിൽ അവര് കുറെ സാധ്യത പറഞ്ഞു, നമ്മളും കുറെ സാധ്യത പറഞ്ഞു. അതുകൊണ്ട് ഓരോ സാധ്യത എടുക്കുക, ഞാൻ പറഞ്ഞു എടുക്കാൻ പറ്റൂല എന്നൊന്നുമില്ലല്ലോ. ഇതാണ് മൂപ്പൻ എന്താക്കിയത്? അർവാഹുൽ മുഅ്മിനീൻ സിഎമ്മിനെ മുദബ്ബിറാക്കാൻ വേണ്ടി റാസി റഹിമഹുള്ളയുടെ പേരിൽ ഇല്ലാത്ത ഇബാദത്ത് സ്വന്തം വക കൂട്ടിച്ചേർത്ത് അത് വലിപ്പം കൂട്ടി ഇല്ലാത്ത അർത്ഥം വെച്ചുകൊണ്ടാണ് അവർ കൊണ്ടുവരുന്നത്.